ഇന്ന് പുലർച്ചെ നമ്മെ വിട്ടുപിരിഞ്ഞ മുൻ ചാലക്കുടി എം പി കെ പി ധനപാലനെ കുറിച്ചാണ് ഈ അനുസ്മരണം. കെ പി ധനപാലൻ അങ്ങനെ സംസ്ഥാനം ഒട്ടുക്ക് അറിയപ്പെടുന്ന ഒരു വലിയ നേതാവോ അതിപ്രഗത്ഭ പ്രഭാഷകനോ വലിയൊരു ക്രൗഡ് പുള്ളറോ ഒന്നുമായിരുന്നില്ല. പക്ഷേ മാന്യനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത ആളായിരുന്നു. സ്വന്തം നാടായ പറവൂരിലും പരിസര പ്രദേശങ്ങളിലൊക്കെ നല്ല സൽപ്പേരുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോളേജ് വിദ്യാഭ്യാസം പിൽക്കാലത്ത് ഞാൻ പഠിച്ച ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് BSc കെമിസ്ട്രിയാണ് പാസ്സായിട്ടുള്ളത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് 1970-71 സമയത്ത് അദ്ദേഹം കോളേജ് യൂണിയൻ്റെ ചെയർമാനായിരുന്നു. പഴയ കോളേജ് മാഗസിനിൽ ഇദ്ദേഹം ഈ കൊച്ചി മേയറും മറ്റും ധരിക്കുന്ന പോലെയുള്ള ഒരുതരം ഗൗൺ ധരിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ ചേരുമ്പോഴത്തേക്ക് UC കോളേജിലെ ഈ ചെയർമാൻ്റെ ഗൗൺ എലി കടിച്ചോ പാറ്റനാക്കിയോ അതോ ചെതലെടുത്തോ മറ്റോ ഇല്ലാണ്ടായിരുന്നു. അതുകൊണ്ട് അക്കാലത്തൊന്നും ചെയർമാൻ ഗൗണില്ല, സാധാരണ വേഷത്തിലാണ് ചെയർമാൻമാർ പെരുമാറിയിരുന്നത്. കെ പി ധനപാലൻ്റെ പേരത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന യുവജന നേതാവായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എതിർ വിദ്യാർത്ഥി സംഘടനകൾ ഇദ്ദേഹത്തെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തലയിൽ ആഴത്തിലുള്ള മുറിവുകൾ ഞാൻ പിൽക്കാലത്ത് കണ്ടിട്ടുണ്ട്, മുറിവിൻ്റെ പാട്. അങ്ങനെ അദ്ദേഹം അന്ന് അറിയപ്പെടുന്ന നേതാവാണ്. ഇന്നല്ലെങ്കിൽ നാളെ കെ പി ധനപാലൻ MLA മന്ത്രിയൊക്കെ ആവും എന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചു. പക്ഷേ അന്നൊന്നും അദ്ദേഹത്തിന് ആ രീതിയിലുള്ള അവസരങ്ങൾ കിട്ടിയില്ല. കോൺഗ്രസ് പാർട്ടിയിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ഒരുപാട് നേതാക്കന്മാരുള്ളതുകൊണ്ട് ധനപാലനെ പോലെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നേതാവ് പാർശ്വവൽക്കരിക്കപ്പെട്ടതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പിന്നീട് അദ്ദേഹം കൊടുങ്ങല്ലൂരാണ് ആദ്യമായിട്ട് മത്സരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഒഴിവില്ലാത്തതുകൊണ്ട് കൊടുങ്ങല്ലൂർ ഒരു സീറ്റ് കിട്ടി. കൊടുങ്ങല്ലൂർ അങ്ങനെ ജയിക്കുന്ന സീറ്റല്ല. അതുകൊണ്ട് മാത്രമല്ല അവിടെ എതിരാളി വളരെ പ്രബലനായിരുന്നു, VK രാജൻ CPIയിൽ. അങ്ങനെ അദ്ദേഹം പരാജയപ്പെട്ടു. പിന്നീട് അദ്ദേഹം അതിനൊരു സീറ്റ് കിട്ടുന്നത് എൻ്റെ വീടിരിക്കുന്ന മണ്ഡലമായ വടക്കേക്കരയിലാണ്. പറവൂരിൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ് വടക്കേക്കര. മാത്രമല്ല ഈഴവ ഭൂരിപക്ഷ പ്രദേശമാണ്, CPMൻ്റെ കോട്ടയാണ്. ധനപാലനിൽ മത്സരിച്ചാൽ ജയിക്കാനുള്ള സാധ്യത കുറവായിരുന്നു എങ്കിൽ പോലും അത് വലിയ UDF തരംഗമായിരുന്നു. 2001 2001 തരംഗത്തിൽ ഒരുപക്ഷെ ധനപാലൻ വിജയിക്കുമായിരുന്നു. മാത്രവുമല്ല സ്ഥിരമായിട്ട് അവിടെ നിന്ന് ജയിച്ചിരുന്ന സഖാവ് ശർമ്മ അത്തവണ മത്സരിച്ചിരുന്നില്ല. സ്വാഭാവികമായിട്ടും ധനപാലൻ മത്സരിച്ച് ഒരുപക്ഷെ ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ AICC പ്രസിഡന്റ് ഒപ്പിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷം ലീഡർ K കരുണാകരൻ വട്ടം മുടക്കുകയും ധനപാലനെ മാറ്റി കോൺഗ്രസ് ഹൈക്കമാൻഡ് MA ചന്ദ്രശേഖരനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തിറക്കിച്ചു. MA ചന്ദ്രശേഖരന് വേണ്ടി യാതൊരു പ്രവർത്തനവും നടന്നില്ല. ചന്ദ്രശേഖരൻ തന്നെ വഴിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. കാരണം ധനപാലൻ്റെ ആരാധകർ ഇദ്ദേഹത്തെ ഓടിച്ചിട്ട് തല്ലുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ എന്നിട്ട് ചന്ദ്രശേഖരൻ ജയിച്ചു, അത് വേറെ കാര്യമാണ്. യാതൊരു പരിഭവവും ഇല്ലാതെ ധനപാലൻ മാറി നിന്നു. പിന്നീട് ഒരു സമാശ്വാസ സമ്മാനം എന്ന രീതിയിൽ അദ്ദേഹത്തെ DCC പ്രസിഡൻ്റാക്കി. കുറച്ചു കാലം DCC അധ്യക്ഷനായിട്ടിരുന്നു. പിന്നീട് 2009 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു. ഏതാണ്ട് 75,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. CPMലെ UP ജോസഫായിരുന്നു എതിർ സ്ഥാനാർത്ഥി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ടേം പൂർത്തീകരിക്കുന്ന സമയത്ത് 2014 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചാലക്കുടിയിൽ മത്സരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. അദ്ദേഹം വളരെ ജനപ്രിയനായ ഒരു പാർലമെൻറ്റ് മെമ്പറായിരുന്നു. പ്രഗത്ഭനായ പാർലമെൻറ്റേറിയൻ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ജനപ്രിയനായ ഒരു ജനപ്രതിനിധിയായിരുന്നു അദ്ദേഹം. അങ്ങനെ വീണ്ടും മത്സരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്ന സമയത്താണ് തൃശ്ശൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന PC ചാക്കോ തൃശ്ശൂർ ഒന്നാലും 8 നിലയിൽ പൊട്ടും എന്ന് ഉറപ്പായതുകൊണ്ട് ഈ ചാലക്കുടി സീറ്റ് പിടിച്ചു പിടിച്ചു. അത് സോണിയാഗാന്ധിയാണ് AICC പ്രസിഡന്റ്. AICC പ്രസിഡന്റ് കുറച്ച് സമുദായ സ്നേഹമുള്ള ആളായതുകൊണ്ട് ചാക്കോ ബാബോയിസ വെള്ളം വീണ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഈ സീറ്റ് പിടിച്ചെടുത്ത് ചാലക്കുടി സീറ്റ് ചാക്കോയ്ക്ക് കൊടുത്തിട്ട് തൃശ്ശൂർ സീറ്റ് ധനപാലൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചു. ധനപാലൻ അത് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരൻ. പിന്നെ അച്ചടക്കമുള്ള കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പുള്ളി തൃശ്ശൂർ പോയി മത്സരിച്ചു. തൃശ്ശൂർ ധനപാലൻ തോറ്റു. ഈ ജാതി സ്നേഹം പ്രകടിപ്പിച്ച് ചാലക്കുടിക്ക് വന്ന ചാക്കോയെ നല്ലവരായ ചാലക്കുടിക്കാർ വോട്ട് ചെയ്ത് തെങ്ങമ്മ കയറ്റി വിട്ടു. ഇനി ഈ വഴിക്ക് വന്നേക്കരുത് എന്ന് പറഞ്ഞു.
ഗ്രൂപ്പ് ഭേദമന്യേ എല്ലാ കോൺഗ്രസ്സുകാരും ചാക്കോയെ കാലുവരി. അവർ ചാക്കോയുടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിച്ചു. അങ്ങനെ ചാക്കോ വളരെ ഡീസൻ്റായിട്ട് തോറ്റു. തൃശ്ശൂർ ധനപാലന് തോറ്റു. അങ്ങനെ വീണ്ടും ധനപാലന് അപമാനിതരെ, ആദ്യം വടക്കേക്കരയിൽ, പിന്നീട് ചാലക്കുടിയിൽ. ഇങ്ങനെ 2 തവണ ഹൈക്കമാൻഡിൻ്റെ ക്രൂര വിനോദത്തിന് ഇരയായ ഒരു കോൺഗ്രസ്സുകാരനാണ് ധനപാലൻ. പിന്നീട് അദ്ദേഹം ഒരിക്കൽ അസംബ്ലിക്ക് മത്സരിച്ചു, പക്ഷേ തോറ്റുപോയി. അല്ല, LDF തരംഗമായിരുന്നു. തരംഗം ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടെ BDJS വന്ന് കണ്ടവർ വോട്ട് പിടിച്ചു. അങ്ങനെയാണ് അദ്ദേഹം വീണ്ടും പരാജയപ്പെട്ടത്. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പരിഭവം ഉണ്ടായിരുന്നില്ല, പരാതി ഉണ്ടായിരുന്നില്ല. എപ്പോഴും സുസ്മേരവാദനാണ്. നമ്മൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചിപ്പിച്ചാൽ പുള്ളി അതിനെക്കുറിച്ച് തുടർന്ന് സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുമായിരുന്നില്ല. അങ്ങനെ വളരെ ശാന്തശീലനായ, സമാധാനപ്രിയനായ, ആരുടെ അടുത്ത് ഒരു വക്കാണത്തിന് പോകാത്ത ഒരു മാതൃകാ പൊതുപ്രവർത്തകനായിരുന്നു KP ധനപാലൻ. അദ്ദേഹത്തിൻ്റെ മരണം ഏറെക്കുറെ ആകസ്മികമായിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമുള്ളതായിട്ട് തോന്നിയിരുന്നില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായിട്ടും വേദനാജനകമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തപ്തരായ കുടുംബാംഗങ്ങളുടെ വേദനയിലും വിഷമത്തിലും പങ്കുചേരുന്നു.